സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ അഹിംസ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം, ആയുധമെടുത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ INA രൂപീകരിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടം, ഭഗത് സിംഗിനെ പോലെയുള്ള ധീര രക്തസാക്ഷികൾ സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, നിരവധി അനവധി പോരാട്ടങ്ങളുടെ അനന്തരഫലമായി 1940 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ദൗർഭാഗ്യകരം, സ്വാതന്ത്ര്യത്തിന്റെ അന്ന് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു. പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യമുണ്ടായി. പക്ഷെ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിൽക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ. മതത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട പാകിസ്ഥാൻ 1971 ബംഗ്ലാദേശ് എന്ന മറ്റൊരു രാജ്യമായി മാറി. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് കാരണം? ഇപ്പൊ ഇന്ത്യയിൽ നരേന്ദ്രമോദി പറയുന്നു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഭാഷ സംസാരിക്കണം, ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരുപാട് പത്രമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു ഭാഷ, അത് ഹിന്ദിയാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പടിഞ്ഞാറൻ പാകിസ്ഥാൻകാർ പറഞ്ഞുവെന്ന് ഈ രണ്ട് പാകിസ്ഥാനിലും ഒരു ഭാഷ, അത് ഉറുദുവാണ്. നിങ്ങൾ നോക്ക്, ഇന്ത്യയുടെ മഹത്തായ ദേശീയ ഗാനം ജനഗണമന പാടിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി മനോഹരമായ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാർ ബംഗാളികളാണ്. ആ ബംഗാളിന്റെ ഭാഗം കൂടി വിഭജിച്ചിട്ടാണ് പടിഞ്ഞാറ് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായി. വലിയ പ്രശ്നമായി, വലിയ പ്രക്ഷോഭമായി. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പടിഞ്ഞാറൻ പാകിസ്ഥാനിന്റെ സമരം ആരംഭിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാരെ രക്ഷ വന്നു കിഴക്കൻ പാകിസ്ഥാനിലേക്ക്. അവാമി ലീഗിന്റെ ആളുകളെ വെടിവെച്ചു. അവാമി ലീഗിന്റെ ആളുകളെ വീടുകളിൽ കയറി സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. പക്ഷെ അവരെ സഹായിച്ചതാരാ? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് വരുന്ന പട്ടാളക്കാർക്ക് അവാമി ലീഗിന്റെ നേതാവാണ് എന്ന് തിരിച്ചറിയില്ല. ഞാനിപ്പോ നിങ്ങളുടെ ഈ അങ്ങാടിയിൽ വന്നാൽ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ലീഗ് ഏതാ കോൺഗ്രസ് ഏതാണെന്നും എനിക്കിത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ നാട്ടിലൊരു സഹാബ് ചൂണ്ടിക്കാരൻ ചെന്നാൽ ഇത് ലീഗ്, ഇത് കോൺഗ്രസ്, ഇത് ജമാഅത്ത് എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പട്ടാളക്കാർക്ക് കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗിനെ ചൂണ്ടിക്കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി. പടിഞ്ഞാറൻ പാകിസ്ഥാൻകാരുടെ പട്ടാളക്കാര് കിഴക്കൻ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ കൂട്ടബലാത്സംഗം ചെയ്യുമ്പോ, മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തുമ്പോ അതിന് നേതൃത്വം കൊടുത്തത്, മുന്നിൽ വിരൽ ചൂണ്ടി ഈ നിരപരാധികളായ മുസ്ലിങ്ങളുടെ വീട് കാണിച്ചുകൊണ്ട് അവരെ കൊന്നെടുക്കാനും കൂട്ടബലാത്സംഗത്തിനും നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ ജമാഅത്തുകാരൻ മറുപടി പറയുകയാണെങ്കിൽ മറുപടിയിലേക്ക് ഞാനിവിടെ വരും. കാരണം ഇവൻ നടത്തിയ എല്ലാ പത്ര കട്ടിങ്ങുകൾ എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി അമീർമാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി നേതാക്കന്മാരെ ഇന്ത്യൻ തൂക്കിക്കൊന്നു ബംഗ്ലാദേശിൽ യുദ്ധക്കുറ്റ വിചാരണ നടത്തി. എന്തിനാണ്? മുസ്ലിങ്ങളെ ആ കൂട്ടക്കൊല ചെയ്തത്. അവിടുത്തെ അവാമി ലീഗ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ്. അവരുടെ വീടുകളാണ് കൊള്ളയടിച്ചത്, അവിടുത്തെ സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്, അവിടുത്തെ മുസ്ലിങ്ങളെയാണ് വെടിവെച്ചു വന്നത്. അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മതത്തിന്റെ പേരിൽ രാജ്യം ഉണ്ടാവില്ല. 1971 പാകിസ്ഥാൻ വേറെ ബംഗ്ലാദേശ് വേറെ രണ്ട് രാജ്യങ്ങളായി മാറി. 1940 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോ ഇന്ത്യയുടെ യുഗപ്രഭാതനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോ 10,000-കണക്കിന് മനുഷ്യർ ചെങ്കോട്ടയിലുണ്ട്. അന്നും ലോകത്തെ ടെലിവിഷനുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനിലൂടെ ലോകത്തിലെ പലരും ഈ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന രംഗം കാണുന്നുണ്ട്. ആ ടെലിവിഷനിലൂടെ കണ്ട ആളുകൾ, ചെങ്കോട്ടയിലുള്ള 10,000-കണക്കിന് ആളുകളുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്ന കുടിമരത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരാളെ പരതുകയാണ്. ഒരാളെ അവിടെ കാണുന്നില്ല. ആരാണ് അയാൾ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. എവിടെയാണ് അയാൾ? ബംഗാളിന്റെ മണ്ണിൽ. വിഭജനത്തിന്റെ ഇന്ത്യയിൽ 1.5 ലക്ഷത്തിലധികം ആളുകൾ പരസ്പരം വെട്ടിമരിച്ച മണ്ണ്. അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴയൊഴുകി ബംഗാളിന്റെ മണ്ണിൽ. സാന്ദർഭികമായി പറയാം, അങ്ങനെ ലക്ഷങ്ങൾ വെട്ടിമരിച്ച് ചോരപ്പുഴയൊഴുകിയ ബംഗാള് 34 കൊല്ലം ഭരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 34 കൊല്ലം ഞങ്ങൾ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മറുപടി പറഞ്ഞു. ആ 34 കൊല്ലക്കാലത്തിനിടയിൽ ബംഗാളിൽ ഒറ്റ വർഗീയ കലാപുണ്ടായി. സകല ജമാഅത്തും മാവോയിസ്റ്റുകളും എല്ലാവരും കൂടി ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് അടക്കം 1000 വർഷം പുനരീര് 1000 വർഷം അടക്കം നടത്തി ബംഗാളിൽ ഞങ്ങൾ തോറ്റു. ആ തോറ്റ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി ഭരിച്ചു. ആ ബംഗാളിനെ മത്സരിക്കാം മഹാരാഷ്ട്രയോട്.
മധ്യപ്രദേശിനോട്, യുപിയോട്. എന്തിനാ? വർഗീയ കലാപത്തിലെ 4ാം സ്ഥാനത്തിന് വേണ്ടി. കണ്ണ് നഷ്ടപ്പെടുന്നത് കണ്ണിന്റെ വിലയല്ല. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിതുമ്പിക്കൊണ്ട് മഹാത്മജിയോട് പറഞ്ഞു, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. പട്ടേൽ പറഞ്ഞു മഹാത്മജിയോട്, അങ്ങുണ്ടാവണം ചെങ്കോട്ടയിൽ. എന്താ ഗാന്ധി പറഞ്ഞത്? ഞാൻ വരും, ബംഗാളൊന്ന് ശാന്തമാകട്ടെ, ഈ ചോരപ്പുഴയ്ക്കൊന്ന് അടക്കം വരട്ടെ, ഞാൻ വരും. മഹാത്മാഗാന്ധി വന്നു ഡൽഹിയിലേക്ക്. ഇന്ത്യയുടെ പാർലമെന്റിനകം മഹാത്മജി കണ്ടിട്ടില്ല. അതേ നേരെ പോയത് എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. കോൺഗ്രസിന്റെ കമ്മിറ്റിയിലും കൺവെൻഷനിലും പങ്കെടുക്കാനല്ല പോയത്. എന്തിനാണ്? പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ. കണ്ടിട്ടില്ലേ നിങ്ങൾ മഹാത്മജിയെ? മഹാത്മജിയുടെ സകല ചിത്രങ്ങളിലും ഇങ്ങനെ കാണാം ഒരു പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഏതാണ് ആ പുസ്തകം? ഗീത. ഗീതോപദേശത്തിന്റെ പുസ്തകമില്ലാത്ത മഹാത്മജിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടില്ല. ആ ഗീത നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാർലമെന്റിലേക്ക് ഗാന്ധി പോകുന്നതെന്ന് തന്റെ പ്രിയപ്പെട്ട ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അതിനെല്ലാം പരിഹാരം ആവശ്യപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ശേഷമുള്ള ചരിത്രം നിങ്ങൾക്കറിയാവുന്ന. പാർലമെന്റിലേക്ക് നടന്നു പോകുന്ന ഗാന്ധിയുടെ മുമ്പിലേക്ക് മാധുറാം വിനായക് ഗോഡ്സെ വരുന്നു. ഗാന്ധിയുടെ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി ചുംബിക്കുന്നു. എന്നിട്ട് എണീറ്റ് നിന്ന് അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ വലിച്ചൂരി അർദ്ധനഗ്നനായ ഗാന്ധിയുടെ എല്ലിൻ കൂടിലേക്ക് ബ്ലാങ്ക് പോയിന്റിൽ വെടിയുതിർക്കുന്നു. ആ നെഞ്ചു തുളച്ചിക്കാരി വെടിയുണ്ട ചീറിപ്പോയി. ചോരയിൽ കുളിച്ച് മഹാത്മജി പാർലമെന്റിന്റെ മുറ്റത്ത് പടഞ്ഞു വീണ് മരിക്കുമ്പോ, തന്റെ അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെടുമ്പോ, ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വയോധികൻ അവസാനമായി പിറുപിറുത്തത് എന്താണല്ലോ? എന്റെ രാമ, എന്റെ രാമ. എന്റെ ഗാന്ധി അങ്ങനെ നിലവിളിക്കാൻ? രാമഭക്തനാണ് ഗാന്ധി. ഗാന്ധിക്കറിയാൻ ഞാൻ മരിക്കാൻ പോവാണ്. മരണശേഷം ഞാൻ പോകുന്നത് ചെല്ലുന്ന ദൈവത്തിന്റെ അടുത്തേക്കാണ്, രാമന്റെ അടുത്തേക്കാണ്. രാമനാണ് ദൈവം ഗാന്ധി. അതുകൊണ്ട് വിളിക്കാണ് ഹേ റാം, ഹേ റാം, എന്റെ രാമ. നിങ്ങൾ നോക്ക്, ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചവൻ പക്ഷെ വിളിച്ചതെന്താ? RSSന്റെ തത്വസംഹിത മനസ്സിൽ പേടി ആയുധമെടുത്ത നാഥുറാം വിനായക് ഗോഡ്സെ വിളിച്ചതെന്താണോ? ജയ് ശ്രീരാം. ശ്രീരാമൻ ജയിക്കട്ടെ. അവന്റെ അഭിപ്രായം എന്താണ്? ശ്രീരാമൻ ജയിക്കണമെങ്കിൽ അവൻ ആയുധെടുക്കണം. എറണാകുളത്തെ മഹാരാജാസിന്റെ തിരുമുറ്റത്ത് ഞങ്ങളുടെ കുഞ്ഞയ്യൻ ഇല്ലേ, എസ്എഫ്ഐയുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് SDPയുടെ തമ്മാടിക്കുട്ടികൾ കത്തി കയറ്റിയ പാവം വിളിച്ച മുദ്രാവാക്യം അല്ലാഹു അക്ബർ. അവന്റെ അഭിപ്രായം എന്താണ്? അള്ളാഹിനെ സംരക്ഷിക്കാൻ അവൻ കത്തിയുണ്ടെന്ന്. RSSകാരോട് SDPക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവധിക്കാരികളാണ്, ദൈവനിഷേധികളാണ് നിങ്ങൾ. ഒരു മനുഷ്യന്റെ ജന്മം, അവന്റെ ജീവിതം, അവന്റെ മരണം എല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. മുസ്ലിങ്ങൾക്ക് പടച്ച തമ്പുരാൻ, മറ്റുള്ളവർക്ക് അവരവരുടെ ദൈവങ്ങൾ ഇല്ലേ? ഞാൻ എങ്ങനെ ജനിക്കണം, എവിടെ ജനിക്കണം, എപ്പോ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ശക്തി സംഹാരങ്ങൾക്ക് ശക്തിയുള്ള ദൈവത്തിനോടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തിനെ മനുഷ്യൻ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യരെ ആരാധിച്ചാൽ മതി. ദൈവത്തെ സംരക്ഷിക്കാൻ ആയുധമെടുക്കുന്നവർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ദൈവത്തെയല്ല സംരക്ഷിക്കുന്നത്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഛിന്നഭിന്നമാക്കി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ആയുധമെടുക്കുന്നത്. ഒരു മതവും മറ്റൊരു മതത്തിലുള്ളവനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. ഞാനിപ്പോഴും അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഗാന്ധിയെ വെടിവെച്ചു വന്നു RSS ഇന്ത്യയുടെ മണ്ണിൽ ഇല്ലേ? നോക്ക് നിങ്ങൾ, ആ RSS ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഇന്ത്യ അവർ ഭരിക്കുമ്പോ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ബാബരി മസ്ജിദിന്റെ തകർച്ചയടക്കം, വർത്തമാനകാലത്തെ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള സംഭവം അടക്കം, വഖഫ് ബില്ലടക്കം, പൗരത്വ ബില്ലടക്കം, ഈ നാട്ടിലുണ്ടായിട്ടുള്ള അനവധി പ്രശ്നങ്ങൾ, ആ അനവധി പ്രശ്നങ്ങളോട് ആണുവിടാതെ പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേരാണ് CPIM. എന്താ കാരണം? RSSന്റെ രൂപീകരിക്കപ്പെടുന്നത് 1925-ലാണ്. 1925 അവര് പറഞ്ഞു 100 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയെ ഒരു മഹാരാജ്യമാക്കി മാറ്റും. ആ 3ാമത്തെ കൊല്ലായിരുന്നു 2025. ഞങ്ങള് ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കുമെന്ന് പറയുമ്പോൾ അവര് 3 പേരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച ശത്രുക്കൾ 3 പേർ. ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. മതത്തിന്റെ പേരിൽ രാജ്യമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമാണ് ഇതര മതക്കാരെ ശത്രുക്കളാവും. അതുകൊണ്ട് ഹിന്ദു രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന RSSന് മുസ്ലിംകൾ ശത്രുവാകും, മുസ്ലിം മതവിശ്വാസികൾ, ക്രിസ്ത്യൻ മതവിശ്വാസികൾ ശത്രുവാകും. പക്ഷേ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ശത്രുവായി.
ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മൈക്ക് കെട്ടി 1000 വട്ടം പറയും. ഈ നാട്ടിലെ വീട് കളിക്കാരി കുർആൻ ക്ലാസ് നടത്തിയിട്ട് ആളുകളോട്, മുസ്ലിം ആളുകളോട് പറയും പിണറായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മതനിഷേധികളാണ്. RSS എല്ലാ പ്രശ്നം, ആരാ പ്രശ്നം? പിണറായി കമ്മ്യൂണിസ്റ്റുകാരൻ മതനിഷേധികളാണ്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാര, മുസ്ലിം ലീഗുകാരൻ, ഞങ്ങൾ എങ്ങനെയാ ഇവരുടെ ശത്രുവായത്? മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നവന് മതക്കാരനല്ലേ ശത്രുവായത്? എന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ ശത്രുവായത്? കാരണം ഞാൻ പറയാം, 10 കൊല്ലം മുമ്പ് ഡൽഹിയിൽ വെച്ച് ലോക ഹിന്ദു മഹാസമ്മേളനം നടന്നു. അന്ന് RSS അവരുടെ ശത്രുതാ പട്ടികയുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് മാറ്റി. 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. എം എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേർ. ഒന്നാമത്തെ ശത്രു എം മാർക്സിസ്റ്റുകൾ, രണ്ടാമത്തെ ശത്രു എം മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു എം മെഷീനറീസ്, ക്രിസ്ത്യൻ മെഷീനറികൾ, പിന്നെ മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ എന്ന് പറഞ്ഞു പോയി. എന്തേ ഒന്നാം ശത്രു മുസ്ലിം എന്നുള്ളത് മാറ്റി മാർക്സിസ്റ്റുകൾ മാറ്റിയത്? RSS പോയ കാലങ്ങളിൽ തിരിച്ചറിഞ്ഞു, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ നെഞ്ചു വിളിച്ച് കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസ്റ്റുകാരാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാരെ ഇല്ലാതാക്കണം. മാർക്സിസ്റ്റുകാരെ ഇല്ലാതാക്കിയാലേ മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടൂ. അതുകൊണ്ടാണ് ആ ശത്രു പട്ടിക മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായത്. RSS ശത്രുവായി പ്രഖ്യാപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ അല്ല, മുസ്ലിങ്ങളെയാണ്. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അല്ല എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. RSS ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നടന്ന ചർച്ച നമുക്ക് ചർച്ച ചെയ്യണം, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. പക്ഷേ അവര് 1925 ഞാൻ പറഞ്ഞല്ലോ, അവർ RSS ഉണ്ടാക്കുമ്പോ അവര് പറഞ്ഞത് 100 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കും എന്നാണ്. ആ കണക്ക് പ്രകാരം ഇന്ത്യ ഹിന്ദു രാജ്യമാകേണ്ടതെന്നാണ് 2025 ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുന്നതിന് വേണ്ടി 2024 തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലാകെ അവർ പ്രചരണം നടത്തി. ആ പ്രചരണത്തിന്റെ ഭാഗമായി അവരുപയോഗിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രമുണ്ടാക്കി. എന്നിട്ട് RSS കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് പറഞ്ഞു, എല്ലാ ഹിന്ദുക്കളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ആർക്ക്? RSS. എന്താ കാരണം? ഞങ്ങൾ ഇതാ രാമക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത് മധ്യപ്രദേശിൽ നിന്ന്. ആരാണ് ആ ശബ്ദം ഉയർത്തിയത്? AICCയുടെ ജനറൽ സെക്രട്ടറി, മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ്. എന്താ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു? RSSകാരോട് പറഞ്ഞു, BJPക്കാരോട് പറഞ്ഞു, ഈ രാമക്ഷേത്രത്തിന്റെ കുത്തകാവകാശം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. രാമക്ഷേത്രത്തിന്റെ അവകാശം ഞങ്ങൾ കൂടിയുള്ളതാണ്. അതിന്റെ കാരണം അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. ഞാൻ കൃത്യമായി ബടായി പറഞ്ഞു പോകൂല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടേ ഞാൻ പോകും. കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്താ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്? 1982 ബാബരി മസ്ജിദിനകത്ത് ശിലാന്യാസം നടത്താൻ ആ വാതിന് തുറന്നു കൊടുത്ത ആദ്യത്തെ അവസരം ഒരുക്കി കൊടുത്തത് അന്നത്തെ AICCയുടെ പ്രസിഡന്റായിരുന്ന, ഞങ്ങളുടെ പ്രസിഡന്റായിരുന്ന രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി. കഴിഞ്ഞില്ല. ദിഗ്വിജയ് സിംഗ് പറഞ്ഞു, 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോ ലോകത്തിലെ സൈനിക ശക്തിയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ പട്ടാളക്കാരെ ബാരക്കുകളിൽ അടക്കി നിർത്തി അത് പൊളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഞങ്ങളുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു. അതുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ കുത്തകാവകാശം RSSനും BJPക്കും മാത്രമുള്ളതല്ല, അത് ഞങ്ങൾ കോൺഗ്രസിനും കൂടിയുള്ളതാണ് എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നാണ്. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ മണ്ഡലമല്ലത്, അത് വയനാട് പാർലമെന്റ് മണ്ഡല. എന്താ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രത്യേകത? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സീറ്റാണ്. ഇത് നമ്മൾ പറയുന്നില്ല. കോൺഗ്രസ് പറഞ്ഞു, ലീഗ് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ വന്നപ്പോ അവർ ഈ നാട്ടിൽ പ്രചരിപ്പിച്ച ഇതാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എത്ര കാലമായി ഇത് കേൾക്കുന്നു? 10-20 കൊല്ലമായി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്ന് കേൾക്കുന്നു. ഞാനിപ്പോ ഓർക്കുന്നു, 10-25 കൊല്ലം മുമ്പ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ബാലുശ്ശേരിയിലെ ഒരു കുട്ടി സ്കൂളിൽ 6-ാം ക്ലാസ് പഠിക്കാൻ, ആ കുട്ടി ഇങ്ങനെ പഠിച്ച് വളർന്ന് SFI ആയി, പിന്നെ DYFI ആയി, ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് MLA ആയി. ഓന്റെ പേര് സച്ചിൻ ദേവ് എന്നാണ്. അന്ന് 10-20 കൊല്ലം മുമ്പ് കോൺഗ്രസ്സുകാർ ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോ തിരുവനന്തപുരത്ത് ഒരു കുട്ടി നഴ്സറി പഠിക്കാം. ആ കുട്ടി നഴ്സറി എന്നൊക്കെ പഠിച്ച് വലുതായി ബാലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി. SFIയിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരത്ത്
തിരുവനന്തപുരത്തിന്റെ മേയറായി. അവളുടെ പേര് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവും തമ്മിൽ കണ്ടു, കണ്ണിൽ നോക്കിയിരുന്നു. അവരങ്ങനെ പ്രണയിച്ചു, അങ്ങനെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി. ഇപ്പോഴും കോൺഗ്രസ് വരെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. നടക്കട്ടെ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല. വയനാട്ടിൽ വീണ്ടും മത്സരിച്ചു. ഭൂരിപക്ഷം കുറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ കോൺഗ്രസ് ഒക്കെ പ്രസംഗിച്ചല്ലോ, നീക്കുമൊക്കെ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിന്റെ ഒരു ഞാനുണ്ട്, ജോഡോ യാത്ര. ആ ജോഡോ യാത്ര ഇന്ത്യയിൽ മാറ്റം ഉണ്ടാക്കി. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ ജോഡോ യാത്ര നടത്തിയല്ലോ. ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് 61,000 വോട്ട് കുറഞ്ഞല്ലോ. ജോഡോ യാത്രയ്ക്ക് മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 61,000 വോട്ട് കൂടെ കുറഞ്ഞതാണ്. ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നതാണ് എന്റെ വിഷയം. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലം രാജിവെച്ചു. എന്നിട്ട് വന്നതാണ് പ്രിയങ്ക. ഞാൻ പ്രിയങ്ക എന്ന് പറഞ്ഞ നിർത്തിയുണ്ടാകും. കോൺഗ്രസുകാരെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയും. ശരിക്കും പറയേണ്ടത് പ്രിയങ്ക പട്ടേലാണ്. എന്താ കാരണം? ഇവിടെ ഗാന്ധി എന്ന് പറയുന്ന വാക്കിനെടുത്ത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് കച്ചവടം ചെയ്ത് നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ്. ലീഗിന്റെ പി കെ ഫിറോസ് പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ നാട്ടിൽ മത്സരിക്കുമ്പോൾ പറഞ്ഞു, ഇതാ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി. മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി ആര്? രാഹുൽ ഗാന്ധി. തന്റെ മുതുമുത്തച്ഛനായ മഹാത്മാഗാന്ധിയുടെ മരണം നേരിൽ കാണാൻ വിധിക്കപ്പെട്ട രാഹുൽ ഗാന്ധി പി കെ ഫിറോസ് പ്രസംഗിച്ചത്. ആ കാലത്ത് ചാനൽ ആളുകൾ റോഡിലൂടെ വോട്ടർമാരോട് ചിലർ ചോദിച്ചപ്പോ എത്ര ആളെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് രാഹുൽ ഗാന്ധി. ആളുകൾ കുറ്റം പറഞ്ഞില്ല. വാഴക്കത്തൊരു ഗാന്ധിയുണ്ട്. എങ്ങനെയാ ഗാന്ധി വന്നത്? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. പാർസിയായ ഫിറോസ് ഗാന്ധി, ജഹാംഗീർ ഗാന്ധിയുടെ മകൻ ഫിറോസ് ഗാന്ധി. ഗാന്ധിയാണ്, നോട്ട് ഗാന്ധി. ആ ഗാന്ധി പ്രണയിച്ച് കല്യാണം കഴിച്ചു. ഇങ്ങനെ ഗാന്ധിയായി പോട്ടെ. അങ്ങനെ ഗാന്ധി എന്നെ സമ്മതിക്കാം. അങ്ങനെ ഫിറോസ് ഗാന്ധി കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇന്ദിര ഗാന്ധിയായി. ഭർത്താവിന്റെ പേരിന്റെ വാദക്കം വന്നു. അവർക്ക് 2 മക്കളുണ്ടായി. ഒന്ന് സഞ്ജയ് ഗാന്ധി, ഒന്ന് രാജീവ് ഗാന്ധി. രണ്ടുപേരും ജീവിച്ചിട്ടില്ല, മരിച്ചുപോയി. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേക ഗാന്ധി, മകൻ വരുൺ ഗാന്ധി. കട്ടുതട്ടി പോലുള്ള BJP, മറ്റേ മക്കളും കുട്ടികളും കോൺഗ്രസ്. ഈ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം, ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ്. ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം തുഷാർ ഗാന്ധിയാണ്. നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് മനസ്സിലാക്കിക്കോ. 50-50 ആണ്. നേർപകുതി BJP ആണ്, നേർപകുതി കോൺഗ്രസ് ആണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. രാജീവ് ഗാന്ധിയുടെ മക്കളായതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയായി, രാഹുൽ ഗാന്ധിയായി. പ്രിയങ്ക പിന്നീട് കല്യാണം കഴിച്ചത് റോബർട്ട് വധേര. അങ്ങനെ വരുമ്പോ പ്രിയങ്ക വധേര എന്ന് വരണം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി ഒരു മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ റോബർട്ട് വധേരയെ എടുത്തു പറയാനുള്ള കാരണം എന്താണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് ഇന്ത്യ ജയിക്കണം, ഇന്ത്യയിൽ കൂടുതൽ സീറ്റ് കിട്ടണം. അപ്പൊ അവരെന്ത് ചെയ്തു? ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംവിധാനം ഉണ്ട്. ഏത് കള്ളപ്പണക്കാരനും കള്ളപ്പണം കൊണ്ട് സഹായിക്കാം BJP. ആ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കിയപ്പോ ഒറ്റ പൈസ ഇലക്ട്രൽ ബോർഡിലേക്ക് വേണ്ട എന്ന് അന്തസ്സോടെ പറഞ്ഞ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കള്ളപ്പണത്തിന്റെ നയ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ നോക്കി സഖാക്കളെ, ഞങ്ങളെ സഖാക്കൾ 9ാമത്തെ കൊല്ല ഭരണത്തിൽ ഇപ്പോഴും നിങ്ങളെ വീട്ടിലേക്ക് വരിക. ആൾക്കാർ ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് പിരിവല്ലാതെ പണിയില്ല. നമ്മൾ നാട്ടുകാരോട് പിരിപ്പിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. 9 കൊല്ലത്തെ ഭരണല്ലേ, അവിടെ ചോദിച്ചാൽ കിട്ടൂലേ? അങ്ങനെ ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. സമ്പന്ന പണം കൊണ്ടല്ല ഈ പാർട്ടി വളർന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ നടക്കുന്നില്ല. റോബർട്ട് വധേര, ഞാൻ ചോദിക്കട്ടെ, റോബർട്ട് വധേര ഈ BJPക്ക് എത്രയാ കൊടുത്തത്? 170 കോടി രൂപ. എന്തിനാ BJPക്ക് പണം? BJPക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ വാർത്താ മാധ്യമങ്ങളെ വിലക്കെടുക്കണം. കേരളത്തിൽ കുപ്പിയും കോഴിക്കാരും കൊടുത്താൽ മതി, നിസ്സാരമായ കാര്യം. പക്ഷെ ഇന്ത്യയിലെ പ്രഗത്ഭരായ ചാനലുകളെ, പത്രക്കാരെ വിലക്കെടുക്കണമെങ്കിൽ കോടികൾ വേണം. ആ കോടികൾ സംഭാവന ചെയ്ത ആരാണ്? പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര. മാത്രമല്ല, ജയിച്ചാൽ ഇനി സ്ഥാനാർത്ഥികളുടെ MP-മാരുടെ എണ്ണം കുറവുണ്ടോ? കോൺഗ്രസിന്റെ MP-മാരെ വിലക്കെടുക്കണം. കോൺഗ്രസിനൊരു വോട്ട്, റിസോർട്ടിനൊരു ഫുഡ്. ചാക്കിങ്ങനെ കാണിച്ചു കൊടുത്താൽ അല്ലെ? 100 കണക്കിന് MLA-മാര്, MP-മാര്, മുഖ്യമന്ത്രിമാര്, AICC നേതാക്കന്മാര്, ജനറൽ സെക്രട്ടറിമാര്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര്, എത്ര എണ്ണം വേണം? ചാക്ക് കാണിച്ചാൽ മതി. ചാടിക്കയറിയാണ് ഇല്ലേ? അങ്ങനെ ചാടിക്കയറുന്നതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതിനായി കോടികളുടെ പണം. അതിന് 170 കോടി കൊടുത്തു. ആര്? ഈ റോബർട്ട് വധേര. ഈ റോബർട്ട് വധേര കൊടുത്തു. ആ റോബർട്ട് വധേരയുടെ ഭാര്യയുടെ പേരാണ് പ്രിയങ്ക.
ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി പറയാം, വയനാട് പാർലമെന്റിന്റെ MP ആണ്. ആ വയനാടിന്റെ മണ്ണിൽ ഒരു മഹാദുരന്തമുണ്ടായി. കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളപൊട്ടി മഹാദുരന്തം. ഞാൻ പറയും, നിങ്ങൾ അനുഭവിച്ചോളൂ. നിങ്ങൾ കണ്ടത് മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഒരു രാത്രി കിടന്നുറങ്ങിയവർ, നമ്മളെ പോലെ കിടന്നുറങ്ങിയവർ ഒരു രാത്രി കൊണ്ട് ഈ ഭൂമുഖത്തില്ലാതായി പോയി. 400 ആളുകൾ മരിച്ചുപോയി. ആ നാട് തന്നെ ഇല്ലാതെ ഒഴിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ വരുന്നത് കുടിയത്തൂർ എന്ന എന്റെ നാട്ടിൽ നിന്ന്. എന്റെ നാടിന് അതിന് കണ്ടിട്ട് ഒഴുകുന്ന ഒരു നദിയുടെ പേര് ചാലിയാർ പുഴ. ആ ചാലിയാർ പുഴയുടെ നിലമ്പൂർ കഴിഞ്ഞുള്ള അറ്റം വയനാടുമായി ചെറിയ കണക്ഷനുണ്ട്. ജൂലൈ 30-ന്റെ പിറ്റേ ദിവസം ഞങ്ങൾ കണ്ട കാഴ്ച എന്താ പറയൂ? ഈ ചാലിയാർ പുഴയിലൂടെ മനുഷ്യ ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക. തോണിയുമായി പെരുക്കിയെടുക്കുക ചാലിയാർ പുഴയിൽ നിന്ന്. അതിന്റെ രൂപം അറിയുന്ന നിങ്ങൾക്ക്, അതിന്റെ കോലറിയും നിങ്ങൾക്ക്. മനുഷ്യന്റെ അവരുടെ ശരീരം ആ ചാലിയാർ പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ പൂർണ്ണ രൂപമില്ല പ്രിയപ്പെട്ടവരെ. ചിലതിന് കൈകാര്യമില്ല, ചിലക്ക് തലയില്ല. വയനാടിന്റെ നിലമ്പൂരിന്റെ മണ്ണില് ചളിയിൽ പൂഞ്ഞു കിടക്കുന്ന മൃതശരീരങ്ങൾ മെല്ലെ മെല്ലെ മാന്തിയെടുക്കുമ്പോ പാതി മുറിഞ്ഞുപോയ മൃതശരീരങ്ങൾ, ശരീരത്തിന്റെ കഷ്ണങ്ങൾ കിട്ടുന്ന വല്ലാത്തൊരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ടായി. ഈ നാട് ആകെ വേദനാപ്പെട്ട എല്ലാവരും ഓടിച്ചൊന്നു. ജാതിമത ഭേദമന്യേ സർവ്വാളുകളും അവിടെ സഹായത്തിന് ഓടി വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു. നരേന്ദ്രമോദി വിമാനത്തിൽ കണ്ണൂരിൽ ഇറങ്ങി. കണ്ണൂരിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ, പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലെ മേപ്പാടിയിൽ വന്നിറങ്ങി. പൈസ ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. വിമാനത്തിന്റെ പൈസയും ഹെലികോപ്റ്ററിന്റെ പൈസയും നമ്മൾ കൊടുക്കണം. എന്താ കാരണം? രണ്ടനുഭവമുണ്ട്. 2018-ലും 2019-ലും പ്രളയമുണ്ടായപ്പോ കെട്ടിടത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയുടെ ധീരരായ പട്ടാളക്കാർ വന്നു. കയറിന്റെ കോവണിയിട്ട് കെട്ടിടത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയ ഗർഭിണികളെ ഇന്ത്യയുടെ പട്ടാളക്കാർ രക്ഷപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ഞാനും നിങ്ങൾ കണ്ടു. പക്ഷെ അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോ റസീറ്റുമായി നരേന്ദ്രമോദി എന്താ പറയുക? പട്ടാളക്കാർ പൈസ കൊടുക്കണം, ഹെലികോപ്റ്റർ പൈസ കൊടുക്കണം. ഞാൻ നിങ്ങൾ കൊടുത്ത നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന പട്ടാളക്കാർ, ഇന്ത്യയുടെ അതിരി കാക്കുന്ന ധീരരായ പട്ടാളക്കാർ, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവർ, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ള പട്ടാളക്കാർ. ആ പട്ടാളക്കാരെ രക്ഷപ്പെടുത്തിയ പണം ചോദിച്ച മഹാന്റെ പേരാണ് നരേന്ദ്രമോദി. നാളമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രത്യേക ഹെലികോപ്റ്ററിന്റെ പണമടക്കം നമ്മൾ കൊടുക്കണം. ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അയാൾ വന്നിട്ട് ഹെലികോപ്റ്ററിൽ മേപ്പാടി ഇറങ്ങി, ചൂരൽമലയിൽ പോയി, മുണ്ടക്കയിൽ പോയി, പുഞ്ചിരിമറ്റത്ത് പോയി. അത് കഴിഞ്ഞ് മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി. അവിടെ പരിക്ക് പറ്റി കിടക്കുന്നവരെ സന്ദർശിക്കുമ്പോ ഒരു ഉമ്മാന്റെ അടുത്ത് ഒരു ചെറിയ കുട്ടി, 3 വയസ്സുള്ള നൈസമോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവി ആ കണ്ണടയിട്ട് കളിച്ചു. അതിന്റെ ചിത്രം നമ്മൾ കണ്ടു, അതിന്റെ വീഡിയോ കണ്ടു. പിറ്റേ ദിവസം ലോകത്ത് മുഴുവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം നടത്തി. കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. സാന്ദർഭികമായി പറയാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ആ കുട്ടിയാരെന്നറിയോ നിങ്ങൾക്ക്? ഈ മഹാദുരന്തമുണ്ടായി 3 ആഴ്ച കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാൻ മുണ്ടക്കയിലേക്ക് പോയി. അവിടുത്തെ സഖാക്കളെ വിളിച്ച പ്രകാരം അറിയില്ലേ കാഞ്ചനമാലി? വീതിയും കാഞ്ചനമാലിയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അബ്രപാളികളുടെ ലോകത്തിന് മുഴുവൻ സുപരിചിതമായ ഒരു പ്രണയ കഥയുടെ മാലികയാണ് കാഞ്ചനമാലി. എന്റെ ഗ്രാമത്തിന് അറിഞ്ഞാൽ ഒഴുകുന്ന മറ്റൊരു നദിയുടെ പേരാണ് ഇരുവഴിഞ്ഞിപ്പുഴ. 1982 ജൂലൈ മാസം 15-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തും കടവിൽ കാലത്തെ 8:15 തോണി പറഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെ ഈ ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആഴങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുഖത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഇടത്തിയമ്മയ. ആ കാഞ്ചനമാലയോടൊപ്പം ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രമായ കാഞ്ചനമാലയോടൊപ്പം വയനാട് ദുരന്ത സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും എല്ലാം കണ്ട് മുണ്ടക്കൈ അങ്ങാടിയിലെത്തിയപ്പോ കൂടെയുള്ള സഖാക്കള് പാതി തകർന്നു കിടക്കുന്ന ഒരു പീടിക ചൂണ്ടിക്കാണിച്ച് എന്നോട് ചോദിച്ചു, സഖാവേ ഈ പീടിക ഓർമ്മയുണ്ടോ, ഈ സ്ഥലം ഓർമ്മയുണ്ടോ? എന്റെ ഓർമ്മയിലേക്ക് അത് വന്നില്ല. അപ്പൊ സഖാക്കൾ പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് പ്രസംഗിച്ചത് ഈ പീടിക കൊലായില്ല, തകർന്നു കിടക്കാൻ ആ പീടിക. അപ്പോഴാണ് മേപ്പാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറയുന്നു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങൾ കാത്തിരിക്കുന്നു. എന്നെയല്ല, കാഞ്ചനമാലയെ കാണാനാണ് അവര് കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, ആരാ ഷാജഹാൻ അറിയുന്നു? എന്റെ കയ്യിൽ അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോ എന്റെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞ സഖാവിന്റെ പേരാ ഷാജഹാൻ.
അതൊന്നും ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അവന്റെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ല. അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ജീവിച്ചിരിപ്പില്ല. അവന്റെ ഭാര്യയും ഏകമകൾ നയിച്ചുമ്പോഴും മാത്രമാണ് രക്ഷപ്പെട്ടത്. മേപ്പാടി അങ്ങാടിയിൽ വെച്ച് ഷാജഹാന്റെ ഭാര്യയും കുട്ടിയെയും കണ്ടപ്പോ അറിയാതെ ഷാജഹാന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞുപോയി. ഞാൻ അന്ന് മുണ്ടക്കയിൽ പ്രസംഗിച്ചപ്പോ എന്റെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഷാജഹാനായിരുന്നു. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട ഷാജഹാന്റെ ഏകമകൾ നയിച്ചപ്പോൾ ആ കുട്ടിയുടെ കവിളിൽ തലോടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 8 10 തിരിയാത്ത ആ കുട്ടിക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള സ്ഥലം കൊടുത്തോ? ഈ ദുഃഖന്മാർ കൊടുത്തോ? നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല നമ്മൾ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചലിച്ചു വീഴുമ്പോ ആദ്യം വാങ്ങുന്നത് ബേബി സോപ്പ കുളിപ്പിക്കാൻ, പിന്നെ വാങ്ങുന്നത് ബേബി പൗഡർ അവർ കുട്ടിയുടെ ദേഹത്തിടാൻ, പിന്നെ വാങ്ങുന്നത് കുട്ടിക്കുപ്പായ. ജനിച്ച നാൾ മുതൽ വാങ്ങി മരിച്ചു കഴിഞ്ഞാൽ സകല മനുഷ്യരും സകല മതത്തിൽപ്പെട്ടവർ മരിച്ചവരും അവിടെ ചന്ദനത്തിരി കത്തിക്കും. ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ പുറത്തുണ്ടാകും ഇൻക്ലൂഡഡ് ടാക്സ്. ആദ്യം വാങ്ങിയ ബേബി സോപ്പിന്റെ പാക്കറ്റിന്റെ പുറത്തുണ്ടാകും ഇൻക്ലൂഡഡ് ടാക്സ്. നികുതി വാങ്ങുക, എന്നിട്ട് GST എന്ന പേരിട്ട് അരിമ പേര് വിളിച്ച് നമ്മൾക്ക് കിട്ടുന്ന വിഹിതം പോലും തട്ടിക്കൊണ്ടുപോയി ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നവർ, ഞാൻ അതിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ കിടക്കുന്നില്ല, സമയം കിട്ടാണ് വരാം. എന്നിട്ട് കൊണ്ടുപോയവര് ഒരു നയാ പൈസയുടെ വിഹിതം തന്നോ? സഹായിച്ചോ? നമ്മൾ അവസാനം ഇത്തിരി വായ്പ തന്നു തിരിച്ചടക്കേണ്ട കടം. എത്ര പോരാട്ടങ്ങൾക്ക് ശേഷം ഇല്ലേ? പക്ഷെ തോൽക്കാൻ നമുക്ക് മനസ്സില്ല. ഒരു BJP-കാരന്റെയും ഒരു ജനസംഘക്കാരന്റെയും RSSകാരന്റെയും മുമ്പിൽ മനസ്സില്ലവോ നമുക്ക് തോക്കാൻ നോക്കാം. ഞങ്ങളുടെ യൗവനത്തിന്റെ പേരാ DYFI. കല്ല് ചുമന്നിട്ടുണ്ടാവില്ല ചെറുപ്പക്കാരൊരു പക്ഷേ, ചെങ്കല്ല് ചുമന്നവർ മതി, കരിങ്കല്ല് ചുമന്നവർ മതി, മരം കയറ്റിയവർ ലോറിയും, അങ്ങാടിയിൽ മീൻ കച്ചവടം നടത്തി, അങ്ങാടിയിൽ ചായ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, പാത്രി ഒരുക്കി 21 കോടി ഉണ്ടാക്കി. തോൽക്കാൻ ഞങ്ങൾക്ക് ഒരുത്തന്റെ മുതലേ 25 വീടുണ്ടാക്കുന്നു പറഞ്ഞ് 100 വീട് ഞങ്ങളുടെ DYFIയുടെ ചെറുപ്പക്കാർ മാത്രം വയനാടിന്റെ മലമലക്കുകളിൽ പുനഃസിദ്ധിക്കുക. എന്റെ വിഷയം മാറുന്നതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്, ഈ വയനാടിനെ പ്രതികരിക്കുന്ന പ്രിയങ്ക റോബർട്ട് വധേര ഇവിടുത്തെ പാർലമെന്റ് മെമ്പറാണല്ലോ. ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ ഒറ്റ നയാ പൈസ വയനാട് കൊടുത്തോ? ഞങ്ങൾക്ക് രാജ്യസഭയിലും ലോകസഭയിലുമായി 7ഓളം MP-മാരുണ്ട് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്. ആ 7 പേരും കൊടുത്തു. വിട്ടാസ് കൊടുത്തു 1 കോടി, ബാക്കിയുള്ളവർ കൊടുത്തു 25 ലക്ഷം വെച്ച്. BJP-യുടെ PT ഉഷ 5 ലക്ഷം, കോൺഗ്രസിന്റെ 2 പേര് കൊടുത്തത് കൊടുത്തു എന്ന് പറയും. ഈ പ്രിയങ്ക ഗാന്ധി നയാ പൈസ കൊടുത്തോ? പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലേ താങ്ങി നടന്നത്? നിങ്ങൾ നയാ പൈസ കൊടുത്തോ? പ്രിയങ്ക ഗാന്ധി കൊടുത്തില്ല. എന്നാൽ RSSന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക്, BJP-യുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പ്രിയങ്കയ്ക്കും ഭർത്താവിനും കൊടുക്കാൻ 170 കോടി രൂപ കയ്യിലുണ്ട് ഇല്ലേ? പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ എന്താ ജമാഅത്തെ പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ KM ഷാജിന്റെ പ്രസംഗം. എന്താ KM ഷാജിന്റെ പ്രസംഗം? 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്കാർക്കും പറ്റിയിട്ടില്ല, കാരണം നമ്മളന്ന് ജീവിച്ചിരിക്കില്ലല്ലോ. 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ഇത് ലാസ്റ്റ് ബസ് പ്രിയങ്ക ഓടിച്ചു വരുന്ന അവസാനത്തെ ബസ്സാണ്. ദൈവം പ്രിയങ്ക ഇതിൽ കയറിക്കോളാം, ഇനിയൊരു ബസ് വരാനില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ നാടിൽ വീടാൻ കഴിയല്ല. ഇവിടത്തെ മാതിരി തന്നെ എന്റെ നാട്ടിലുണ്ട് അത്യാവശ്യം ജമാഅത്ത്, അവർക്ക് സ്വന്തം പള്ളിയുണ്ട്, 100-100 ചില്ലാനും വോട്ടുണ്ട്. എന്റെ വീടിന്റെ ചുറ്റും ജമാഅത്തെ ഇസ്ലാമിയാ. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ കണ്ടാണ് ഖുർആൻ ക്ലാസ്. ആ ഖുർആൻ ക്ലാസ്സിൽ വെച്ചിട്ട് പറയാണ് പാവം വീട്ടമ്മമാരോട് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കണം. എന്തിനാ? ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുള്ളൂ. ജമാഅത്തിന്റെ വാക്ക. എന്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് അറിയോ? ഈ പ്രിയങ്ക ഗാന്ധി ആണല്ലോ ബാബരി മസ്ജിദ് തകർത്തിട്ട് രാമക്ഷേത്രത്തില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കലിന് മുമ്പ് വിതുമ്പിക്കറിഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക. എന്തിനാ പ്രിയങ്ക വിതുമ്പിക്കറിഞ്ഞത്? ബാബരി മസ്ജിദ് തകർത്തതിനാണോ? അല്ല. എന്താ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമാണ്, എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. എന്റെ കയ്യിലുണ്ട് വീഡിയോ. പ്രിയങ്കയുടെ പ്രസംഗന്റെ കയ്യിലുണ്ട്. പ്രിയങ്കയുടെ പ്രസംഗം അച്ചടിച്ചു വന്ന പത്രം എന്റെ കയ്യിലുണ്ട്. പ്രിയങ്ക പറഞ്ഞത് മോശമായിപ്പോയി എന്ന് പറഞ്ഞ ചില ലീഗിന്റെ ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലുണ്ട്. എന്താ പ്രിയങ്ക പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമായിട്ടുള്ള രാമക്ഷേത്രം ആണോ? പ്രിയങ്ക ഗാന്ധി പിടിച്ച പ്രിയങ്ക റോബർട്ട് വധേരയ്ക്ക്
ആ പ്രിയങ്കയുടെ പാർട്ടിക്ക് അങ്ങാടിയിൽ വോട്ട് വെച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല. മൈക്ക് കെട്ടി നാളെ നാട്ടില് അവരോട് കമ്മ്യൂണിസ്റ്റുകാരും പിണറായും സംഘിയാണ്, മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഈ അങ്ങാടിയിൽ മൈക്ക് കെട്ടിയിട്ട് നാളെ പണ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല, എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. ആണോ? കോൺഗ്രസ് പറ, ലീഗ് പറ, ജമാഅത്ത് ഇസ്ലാമി പറ, പ്രിയങ്ക പറഞ്ഞതാണോ ശരി? അല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞ തെറ്റാണെന്ന് പരസ്യമായി അങ്ങാടിയിൽ പറ. അതല്ലേ ഉശിര്? അതല്ലേ ഉശിര്? എന്താ പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം. അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല. ആര്? അതിന്റെ ഉദ്ഘാടനം നടത്തുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി തർക്കലിട. അതിന് പകരമായി പ്രിയങ്ക എന്താ ചെയ്ത്? ക്ഷണിക്കാത്തതിന് പകരമായി പ്രത്യേകം പൂജിച്ച 3 വെള്ളിയിട്ടിക സംഭാവന. ഇത് കണ്ടിട്ടാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, അന്ന് മുഖ്യമന്ത്രിയാണ്, 11 വെള്ളിയിട്ടിക 1,10,000 കൊടുത്തില്ലേ? രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മളെ ക്ഷണിക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാരെ ക്ഷണിക്കാറില്ല. എത്ര ക്ഷേത്രോത്സവങ്ങൾക്ക് നമ്മൾ പോകാറുണ്ട്. ഇപ്പൊ തന്നെ ക്ഷേത്രോത്സവത്തിന്റെ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ പിന്നെ പാട്ടുപാടി കൊടി ഒന്നിച്ച് നോക്കാൻ വലിയ വിവാദം. ക്ഷേത്രോത്സവത്തിൽ നമ്മളെ വിളിക്കും, നമ്മൾ പോകും. പള്ളികളുടെ ഉദ്ഘാടനത്തിൽ നമ്മളെ ക്ഷണിക്കും, നമ്മൾ പോകും. ക്രിസ്ത്യൻ പള്ളികളുടെ ഉദ്ഘാടനത്തിൽ നമ്മളെ വിളിക്കും. ഞാൻ പറഞ്ഞു വന്നത് പള്ളികളുടെ ഉദ്ഘാടനം കറക്റ്റ് സമയത്താ പള്ളിയിൽ നിന്ന് പോകാൻ കൊടുക്കും. ഞാൻ മകൻ ഈ പള്ളിയിലാണ്. ഈ പള്ളിയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരായിരിക്കും നിർവഹിച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ കേട്ട അടുത്ത പള്ളിയുടെ ബാങ്കിന്റെ പള്ളി ഉദ്ഘാടനം ഒരുപക്ഷെ പാലക്കാട് തങ്ങളായിരിക്കാം നിർവഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബഹുമാനായ ജിഫിരി തങ്ങളായിരിക്കാം നിർവഹിച്ചിട്ടുണ്ടാവുക. പള്ളികളുടെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കല് ഇതുപോലെ ശേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ജിഫിരി തങ്ങളും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണെങ്കിലും പാലക്കാട് തങ്ങന്മാരായിരിക്കും. ക്രിസ്ത്യൻ പള്ളികളുടെ ഉദ്ഘാടനം നിർവഹിക്കല് പള്ളിക്കച്ചന്മാരായിരിക്കും, ബിഷപ്പുമാരായിരിക്കും, ഒരുപക്ഷെ കർദിനാൾമാരായിരിക്കും. ക്ഷേത്രങ്ങളുടെ ഉദ്ഘാടനത്തിനും ശിലാസ്ഥാപനത്തിനും ഉണ്ടായത് സന്യാസി വര്യന്മാരാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബാബരി മസ്ജിദ് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെച്ച് ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എന്താ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്? എല്ലാ മതസ്ഥർക്കും തുല്യാവകാശം. എല്ലാ മതസ്ഥർക്കും തുല്യാവകാശമുള്ള ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് ഈ ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റിനകത്ത് വെച്ചു. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്, ജനാധിപത്യത്തിന്റെ മഹാക്ഷേത്രമാണ് പാർലമെന്റ്. ആ പാർലമെന്റ് ഈ അടുത്ത കാലത്ത് ഒന്ന് പുതുക്കിപ്പണി. പാർലമെന്റ് പുതുക്കി പണിയുമ്പോൾ സ്വാഭാവികമായി പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അവരെ ക്ഷണിച്ചില്ല. എന്താ കാരണം? RSS ഇന്ത്യയിലെ ഹിന്ദുക്കളെ 4 തിരിച്ചു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ, ശൂദ്രനേക്കാളും താഴ്ന്നവൻ, മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാത്തവൻ. ആരാണവർ? പറയര്, പുലയര് എന്നങ്ങനെ പറയാൻ പറ്റും കേരളത്തിൽ? ഇന്ന് അങ്ങനെ കേരളത്തിൽ പറഞ്ഞാൽ പറഞ്ഞ നാവ് വായിടുന്നതിന് മുമ്പ് വായിലെ പല്ല് നിലത്തുണ്ടാവും, ഇല്ലേ? ആരാ ഈ പറയര്, പുലയര്, പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്? എന്റെ ദ്രൗപദി മുർമുവിനെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരുന്നത്? അവര് പട്ടികവർഗക്കാരിയാണ്, അവര് വിധവയാണ്, അവര് സ്ത്രീയാണ്, 3 ലക്ഷണക്കാരാണ്. അതുകൊണ്ടോ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? നക്തസന്യാസിമാർ. പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് നക്തസന്യാസിമാർ, ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തല കുത്തനെ കുലതത്തനെ. പക്ഷെ നിങ്ങൾ കണ്ട കഴിഞ്ഞ മഴക്കാലത്ത് 2 സ്ഥലത്തും ചുവന്ന പ്ലാസ്റ്റിക് ഒക്കെ. കാരണം അമ്മാതിരി നിർമ്മാണം ചോർന്നടിക്കാം. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ക്ഷണിക്കുന്നില്ല, ഇല്ലേ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ ക്ഷണിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്ഷണിച്ചു. സീതാറാം യെച്ചൂരിയായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. കത്തുമായ ഒരാൾ വന്നു. കത്ത് തന്നപ്പോ യെച്ചൂരി ചോദിച്ചിട്ടുള്ള കത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ കത്താണ്. അപ്പൊ പറഞ്ഞു പോവല്ലേ, മറുപടി ഇപ്പൊ തരാം. അപ്പൊ കൊടുത്തു മറുപടി, നോ, വരുകയില്ല. അതിന് PV കൂടണ്ട, അതിന് ബ്രാഞ്ച് കൂടണ്ട. എന്താ കാരണം? പാർട്ടിയുടെ നയമുണ്ട്. ഒരു മതസ്ഥരുടെ ഞങ്ങൾ അമ്പലത്തിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോകത്തവരല്ല. പക്ഷെ ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാക്കിയ സ്ഥലത്ത് പോകുമ്പോൾ അത് മതേതരത്വത്തിന്റെ തകർച്ചയാണ്.
അതുകൊണ്ട് ഞങ്ങൾ വരികില്ല എന്ന് പറഞ്ഞ കത്ത് കൊടുത്തു. ഈ കത്ത് വന്നവൻ തിരിച്ചു നേരെ BJP ഓഫീസിലൊക്കെ അല്ല പോകുന്നത്. അതേ റോഡിൽ മറ്റൊരു ഓഫീസുണ്ട്. ഏതാണ് ഓഫീസ്? AICC ഓഫീസ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ്. അവിടെ കത്ത് കൊടുത്തു. AICC കത്തിനെ കുറിച്ച് ആലോചിക്കാൻ പ്രത്യേക യോഗം വിളിച്ചു. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. പോണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പോവണ്ട എന്ന് മൃദുവായി കോൺഗ്രസ് തീരുമാനിച്ചു. എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി, കേരളത്തിൽ നയിച്ചുള്ള സകല സംസ്ഥാനങ്ങളിലെയും MLA പോയി, MP പോയി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാര് പോയി, AICCയുടെ പ്രതിനിധികൾ പോയി. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ ഒറ്റ ചോദ്യം കോൺഗ്രസിനോടും കോൺഗ്രസിനെ പിന്തുണക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയോടും ഒറ്റ ചോദ്യം. എന്താണ്? നിങ്ങള് ഈ കോൺഗ്രസിന്റെ മതേതരത്വം വാണോളം ഉപയോഗിക്കുന്നവരാണല്ലോ, കോൺഗ്രസിനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കൂടാൻ ക്ലാസ് നടത്തുന്നവരാണല്ലോ. ഒറ്റ ചോദ്യം, ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം ഇന്ത്യയിൽ BJP ഭരിച്ച സകല സംസ്ഥാനങ്ങളിലും പൊതു അവധി പ്രഖ്യാപിച്ചു. നമുക്ക് മനസ്സിലാക്കാം, BJP ഗവൺമെന്റാണ്. രാജസ്ഥാനിൽ എന്തിനാ പൊതു അവധി പ്രഖ്യാപിച്ചത്? രാജസ്ഥാൻ ഭരിക്കുന്നത് മതേതരത്വത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അല്ലേ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം എന്തിനാണ് ഈ സ്ഥലത്ത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നവർക്ക് പൊതു അവധി പ്രഖ്യാപിച്ചത്? ഇവിടെ നിന്ന് മറുപടി പറ. കോൺഗ്രസിന്റെ ജമാഅത്തിന്റെ ലീഗൊക്കെ ഞങ്ങൾ കേൾക്കട്ടെ, ഈ നാട്ടിലെ ആളുകളെ ഒന്ന് കേൾക്കട്ടെ. ഞങ്ങൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പോയില്ല. അപ്പൊ മുരളീധരൻ മൂപ്പര് പറഞ്ഞ കാര്യം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് നമ്പരം ജാതി മതം ചാത്തനും ഗോത്രമില്ലാത്ത മതമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണല്ലോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇതാണല്ലോ ജമാഅത്തെ ഇസ്ലാമി അടക്കം പ്രചരിപ്പിക്കുന്നത്, ലീഗ് അടക്കം പ്രചരിപ്പിക്കുന്നത്. എന്താ പ്രചരിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമില്ല, അതുകൊണ്ട് മതമില്ലാത്തവരെ കൂടെ നമ്മൾ കൂടാൻ വയ്യ. ഒരു വാക്കൊന്ന് പറഞ്ഞു വേണം, ബാക്കി പിന്നെ പറയാം. UDF കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അതിന്റെ പേരാ CMP. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി, അതിന്റെ പേരാണ് RMP. പിന്നെയാണ് RSP. ഇതൊക്കെ മാർക്സിന്റെ സിദ്ധാന്തത്തിനനുസരിച്ചുള്ള പാർട്ടിയാണ്. ഒരിക്കൽ മതണ്ട, അതല്ല ഞങ്ങൾക്ക് മാത്രം. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾക്കാണ്. മാർക്സിന്റെ പേര് നേരിട്ടുള്ള പാർട്ടിയാണ് CMP, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. എന്താ മുരളീധരൻ പറഞ്ഞ്? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതാ മാർക്സിനെ പറഞ്ഞ കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പ. എവിടെയാ അത് പറഞ്ഞത്? കാണിച്ചു. എവിടെയാ പറഞ്ഞത്? എന്താ മാർക്സ് പറഞ്ഞത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം, മർദ്ദിതന്റെ വിശ്വാസമാണ് മതം. ആ മതം കറുപ്പമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പിയം. മനുഷ്യനെ മയക്കുന്നതൊക്കെ പരമാകെ കൂട്ടുക. EMSന്റെ കൃത്യമായ നിർവചനമുണ്ട്. മാക്സിന്റെ കാലഘട്ടത്തിൽ വേദന സംഭാരിയായി ഉപയോഗിക്കുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. അന്ന് വേദന കൊണ്ട് പൊളിയുന്ന മനുഷ്യർക്ക് കറുപ്പ് കൊടുത്താൽ നമുക്ക് ആശ്വാസം കിട്ടും, വേദന കുറയും. അതാണ് ഇല്ലേ? എന്നിട്ട് മുരളീധരൻ ചോദിക്കാം, കമ്മ്യൂണിസ്റ്റ് നമ്പർ. പ്രിയപ്പെട്ട മുരളീധര, എല്ലാ ബഹുമാനങ്ങളോടും കൂടി പറയാം, താങ്കളുടെ മരിച്ചുപോയ വന്ധ്യനായ പിതാവും ഒരുപാട് കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട K. കരുണാകരൻ. ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, പേമാരി ഉണ്ടായാൽ, ഈ ഭൂമി മലയാളം ആമ്പലം പറഞ്ഞാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് ഈ കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂർ. ഗുരുവായൂരിനെ യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്റെ ചലനിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ പാടിയാൽ ഒടിഞ്ഞ കസേരയോ കല്ലോ എടുത്ത് നിങ്ങൾ എന്നെ എറിയും എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല, ഒന്ന് പറയാം. എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് പോകാം, പക്ഷെ അടുത്തേക്ക് കയറാൻ പറ്റില്ല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. ഇതര മനസ്സർക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനമില്ല. ഒരു കാലത്ത് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ, ഗുരുവായൂരപ്പനെ കാണാൻ, പ്രയാസങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് പോയി ഗുരുവായൂർ അമ്പലത്തിലേക്ക്. പക്ഷെ അവർ ചെയ്തതിന് മുമ്പിൽ ആ വാദങ്ങൾ പൊട്ടി അടക്കപ്പെട്ടു. എന്താ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ വിഭജനം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. ശൂദ്രന് പ്രവേശനമില്ല. ബ്രാഹ്മണന് മാത്രം. ക്ഷത്രിയൻ കഴിഞ്ഞ് ശൂദ്രനില്ല, വൈശ്യനില്ല, അവർക്ക് ആർക്കും പ്രവേശനമില്ല. താണജാതിക്കാർക്കില്ല, പട്ടികജാതിക്കാരന്, പട്ടികവർഗക്കാരന് ഒന്നും ഗുരുവായൂരമ്പലത്തിലേക്ക് പ്രവേശനമില്ല. ഇപ്പൊ പോയി നോക്കൂ. സകല ഹിന്ദുവിനും പട്ടികജാതിയോ പട്ടികവർഗോ ഒന്നും വ്യത്യാസമില്ല. പോരുണ്ടാവുമല്ലോ ഇവിടെ. സകല ആളുകൾക്കും, സകല ഹിന്ദു മത വിശ്വാസികൾക്കും ഗുരുവായൂരമ്പലത്തിലേക്ക് കയറാം. എങ്ങനെ കയറി? സന്യാസി വര്യന്മാര് മാറി വിളിച്ച് വാ, കടന്നു വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കയറ്റില്ല.
RSS 1000 കുത്തിപ്പിടിച്ച് കയറി പോന്നോ, ഞങ്ങൾ നോക്കിക്കോളണമെന്നോ? അല്ല, വലിയ സമരം നടന്നു അവിടെ. ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേരാണ് സഖാവ് AKG. അന്നാണ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന് മണിയടിച്ചത്. അന്നുകൊണ്ട് മുളപടിക്കാതെ കൃഷ്ണപിള്ളന്റെ നടപ്പറടിച്ചിട്ട് കടപ്പറാക്കി. അന്നാണ് കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലവക്കി നായർ പുറമടിക്കും. AKG നിരാഹാരം കഴിക്കുക. AKGന്റെ ഭാര്യന്റെ പേരെന്താ സഖാവ്? AKGന്റെ ഭാര്യന്റെ പേര് സുശീല. എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാൻ ചോദിച്ചതാ. സുശീല ഒരു ചെറിയ തിരുത്ത. സുശീല AKGയുടെ രണ്ടാമത്തെ ഭാര്യ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ AKG കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാ. AKG നിരാഹാരം കഴിക്കുക. അമ്മാവൻ വന്നു. അമ്മാവൻ ഉയർന്ന ജാതിക്കാരൻ. അമ്മാവൻ വന്ന് മരുവനോട് പറഞ്ഞു, നീ കണ്ട ചെറുമനും പുലിയനും താഴെ ജാതിക്കാരനും ഒക്കെ പ്രവേശനം കിട്ടാൻ വേണ്ടി എന്റെ മരുമോൻ ഇവിടെ സമരം ചെയ്താൽ അത് നമുക്ക് അപമാനമാണ്. നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ളതാണ് അമ്പലം. ഏതാണ് ജാതി? അതാണ് AKG നമ്പ്യാരി. ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാൻ അമ്പലത്തിൽ കണ്ട ചെറുമനും പുലിയനും തന്നെ നമുക്ക് അപമാനമാണ്. അതുകൊണ്ട് എന്റെ മരുമോൻ എണീക്ക്. AKG പറഞ്ഞൊരു മറുപടി, എന്റെ അവസാനം കേൾക്കുന്ന സകല മതസ്ഥരും സ്വർണ്ണലിപിയിലേക്ക് വീടിന്റെ അമ്മയെ താണിയടിച്ചു നോക്കാം. എന്താ AKG പറഞ്ഞാൽ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ. എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മോശൻകാർക്ക് മനസ്സിലായി. മരുവും ശരിയാവില്ല. നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് ഇറക്കി കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട മുരളീധര, സ്വന്തം ഭാര്യ AKGക്ക് നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കാനല്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ നാട്ടിലെ ഹിന്ദുവിന് പ്രവേശനം എന്നതിന് വേണ്ടി സമരം ചെയ്ത നേതാവിന്റെ പേര് AK ഗോപാലിന്റെ പാർട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിട്ട് മുരളീധരൻ പറയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഓൽക്കെന്ത് പള്ളി അമ്പലാണ്. ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ 2 പള്ളികളിലെ ബാങ്ക് വിളിയിരുന്നു. ഒന്നാമത്തെ പള്ളിയിലെ ബാങ്ക് വിളിയെടുത്ത് ഞാൻ വെള്ളം കുടിച്ചപ്പോ ഈ സഖാവ് പറഞ്ഞു, ഇവിടുത്തെ ബാങ്ക് കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ പിന്നെ കുടിയേറ്റൂരില്ല. എന്റെ കുടിയേറ്റൂരങ്ങാടി 5 പള്ളിയാ. ഏപ്പിക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബിയുണ്ട് എന്ന് പറയുന്ന അഹമ്മദിയാക്കളുടെയാണ് നാട്ടിൽ. അവർക്കൊരു പള്ളി. 5 പള്ളി. ഈ നാട്ടിലെ സകല മനുഷ്യർക്കും പള്ളി ഉണ്ടാക്കാം. ഈ നാട്ടിലെ സകല മനുഷ്യർക്കും മദ്രസ ഉണ്ടാക്കാം, ക്ഷേത്രം ഉണ്ടാക്കാം, ഒന്നുണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല. പക്ഷേ നേരത്തെ ഗുരുവായൂരിന്റെ കഥ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഈ നാട്ടിലെ മദ്രസ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. എന്താ കാരണം? അതിന് പുറകിലേക്ക് പോകണം. 1921 അന്ന് നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് വെറുത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റി മുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഗ്രന്ഥിലേക്കയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റി മുട്ടുവാൻ. 1-2 ആളൊക്കെ തലയാട്ടിനെ ഞാൻ കണ്ടു. ചില സ്ഥലത്തൊക്കെ ഞാൻ ഈ പാട്ട് പാടുമ്പോ നല്ല തലയാട്ടിന. ചിലരൊക്കെ അങ്ങേപ്പുറത്ത് ലീഗാരെ കുത്തിരിക്കണോട്ടൊന്നും കാണാൻ വലിയ തലയാട്ടില്ല. ഞാൻ ഇങ്ങനെ കാണും. പാവങ്ങൾ വിചാരിച്ചത് ഇത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയതാണ്. അല്ല, 1921 100-ാം വാർഷികം ഈ കേരളത്തിൽ ആചരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ആചരിച്ചു, SDP ആചരിച്ചു, ലീഗ് ആചരിച്ചു, ഞങ്ങളും ആചരിച്ചു. അന്ന് എല്ലാവരും പാടി ഈ പാട്ട് പാടിയ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുസ്ലിം ലീഗുകാരനും SDP-ക്കാരനും മനസ്സിലാക്കിക്കോ, ഈ പാട്ട് എഴുതിയ മനുഷ്യന്റെ പേര് സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് എഴുതിയത്. കമ്മ്യൂണിസ്റ്റുകാരൻ. അതിനെ ബ്രിട്ടീഷ് പോലീസുകാരൻ പിടിച്ചുകൊണ്ടുപോയിട്ട് അടിച്ച് വേരല് തകർത്തത്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം അടച്ചു പൊട്ടിയത്. 921 ഒരു ചോദ്യം സ്ഥാനർബിയായി ചോദിക്കാം. ഇപ്പൊ അടുത്ത കാലത്ത് ഈ മലപ്പുറത്ത് ഒരു സമരത്തിനിടയിൽ KM ഷാജിന്റെ ഒരു പുസ്തകം ഞാൻ കഴിക്കാനിടയായി. അതിങ്ങനെ മലപ്പുറത്തെ കളക്ടറേറ്റിലേക്ക് ചൂണ്ടിട്ട് വരാം. കളക്ടറേറ്റിന് മുമ്പ് സമരം. ഈ കളക്ടറേറ്റ് ഉണ്ടല്ലോ, ഇത് പഴയ ബ്രിട്ടീഷുകാരന്റെ പട്ടോളമാരൊക്കെയായിരുന്നു. ആ പട്ടോളമാരത്തിൽ മുസൽമാന്റെ മരപടിയുണ്ട്, അവന്റെ രക്തമുണ്ട്, അവന്റെ മധ്യമുണ്ട്, അവന്റെ മാംസമുണ്ട്. മുമ്പിലുള്ളവരുടെ ആവേശം കേൾക്കാൻ അവസരിക്കുന്നത്. ഞാൻ KM ഷാജി അടക്കമുള്ള സകല ലീഗുകാരി, പ്രത്യേകിച്ചും KM ഷാജിയെ ഒരുപാട് കത്ത് വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാം. പരസ്യമായ സംവാദത്തിന് തയ്യാറല്ല. അല്ലെങ്കിൽ 24 ചാനലിൽ ഞാൻ MK മുനീറുമായി നടത്തിയ ജനകീയ കോടതി പോലെയുള്ള ചാനൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? 1921 സമരത്തിൽ പങ്കെടുത്ത ഒറ്റ മുസ്ലിം ലീഗുകാരന്റെ പേര് പറയുന്നത്. ഒരു മുസ്ലിം ലീഗുകാരന്റെ. അന്ന് ആ സമരത്തിന് വാരി കൊണ്ടത്ത് കുഞ്ഞഹമ്മദാജി, കോൺഗ്രസ് മെമ്പർഷിപ്പ് എന്റെ കയ്യിൽ.
വാര്യംകുന്നത്ത് കുഞ്ഞാമരാജിന്റെ മെമ്പർഷിപ്പിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അലി മുസ്ലിയാർ ആരാ? കോൺഗ്രസ്. 1920 കോഴിക്കോട് കടപ്പുറത്ത് ഗാന്ധിക്ക് പ്രസംഗിക്കുമ്പോ ഇതുപോലെ ഒന്നാം നിരയിൽ പ്രസംഗം കേട്ടത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അലി മുസ്ലിയാരും ഇല്ലേ? ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അതുപോലെ തന്നെ ആലി മുസ്ലിയാർ ചെറുപ്പക്കാരോട് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് പോലെ ബ്രിട്ടീഷുകാരനെതിരെ അവന്റെ ജന്മിത്വത്തിനെതിരെ തെരുവിലിറങ്ങാൻ വേണ്ടി കൽപ്പിച്ചപ്പോ നിങ്ങളൊരു പാട്ട് പാടി. എന്താ പാട്ടെന്നറിയോ? പൊട്ടിത്തുറം കുവാനുണരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിടിയണ്ട, ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട, ഒരു കാലവും അത് താരുകില്ല മഹാരാജനും. പോലീസുകാരുടെ തല്ലുകൊണ്ട് നടപ്പറം കടപ്പറാക്കാൻ ഇടിയണ്ട, ഒരു കാലവും സ്വാതന്ത്ര്യം തരൂല മഹാരാജാവ്. ആരാ മഹാരാജാവ്? ബ്രിട്ടീഷ് മഹാരാജാവ് സ്വാതന്ത്ര്യം തരൂല. അതുകൊണ്ട് പൊട്ടിത്തുറം കുന്നാക്കുവാൻ ഉളരണ്ട. ഇല്ലേ? 1921 100-ാം വാർഷികം നമ്മൾ ആചരിച്ചല്ലോ. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് 1921 കുറിച്ച് ഇന്ത്യയിൽ അന്നല്ല 1905 രൂപീകരിച്ച മുസ്ലിം ലീഗ് ഒരു വരി എഴുതിയത് ഒന്ന് കാണിച്ചു, ഒറ്റ വരി കാണിച്ചെന്നാണ്. അതാതിൽ 1942 ഡേറ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ 42 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 47 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരനെതിരെ 1921 അനുകൂലമായി ഒരു വരി ജമാഅത്തെ ഇസ്ലാമിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നോനൊക്കെ 1921 ഇങ്ങനെ പറഞ്ഞു നടക്കുക പോരാട്ട വീരങ്ങള്. 1921 22-ാം വാർഷികം പെരിന്തൽമണ്ണയിൽ ആചരിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1921 25-ാം വാർഷികം 1946 പെരിന്തൽമണ്ണയിൽ ആചരിച്ചു. അന്ന് പാർട്ടികൾക്ക് ഒരു പ്രമേയമുണ്ട്, ആഹ്വാനം ഉണ്ടാക്കിയിരുന്നു. എന്താ ആഹ്വാനം? ജന്മിത്വത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ജന്മിത്വത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുവാനുള്ള ആഹ്വാനം. ആരാ പറയുന്നത്? EMS. ആരാ EMS എന്നറിയോ? അന്നത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമായിരുന്ന 10,000 പറ നെല്ല് പാട്ട വളർത്താനുള്ള ഏലംകുളം മനക്കൽ നമ്പൂരിക്കുട്ടിന്റെ പേരാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ EMS ജന്മിത്വത്തിനെതിരെയുള്ള ആഹ്വാനം, സാമ്രാജ്യത്വത്തിനുള്ള ആഹ്വാനം. അടുത്ത വരിയുണ്ട താക്കീത്. എന്താ താക്കീത്? 1921 സമരം ചില സ്ഥലങ്ങളിൽ വഴിവെച്ചിട്ടുണ്ട്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടുണ്ട്. പറയാനുള്ളത് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ ന്യൂനപക്ഷത്തിന്റെ കൂടിയാണ്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയും SPP ഞങ്ങൾ എതിർക്കും. അത് അന്നും ഇന്നും എങ്ങനെയാണ്? ആഹ്വാനം ഉണ്ടാവും, താക്കീത് ഉണ്ടാവും. അതന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് AKജിയുടെ ഉജ്ജ്വലമായ പ്രസംഗം 1921 പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ പട്ടാളക്കാർ കാത്തിക്ക അറസ്റ്റ് ചെയ്തു. AKജിയെ പെരിന്തൽമണ്ണയിൽ വെച്ച് ജയിലിലിട്ടു. 1940 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സകല രാഷ്ട്രീയ തടവുകാരെയും കോൺഗ്രസ് തുറന്നു വിട്ടു, AKജിയെ തുറന്നു വിട്ടില്ല. അതുകൊണ്ടാണ് 1940 ആഗസ്റ്റ് 15 കണ്ണൂർ ജയിലിലെ 32-ാം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണൂർ ജയിലിന്റെ മുറ്റത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയ മനുഷ്യന്റെ പേര് സഖാവ് AKജി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അന്ന് ബ്രിട്ടീഷുകാർ നിരോധിച്ചു, പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല, ഒളിഞ്ഞ പുനഃസ്ഥാപിക്കാൻ പാടില്ല. എന്താ കാരണം? ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മമ്പലം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ സമരം. തങ്ങന്മാരുടെ നേതൃത്വത്തിൽ പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മമ്പലം കൂടാതെ എന്റെ നാട്ടിലൊക്കെ ഉണ്ട് കൊന്നാരി മക്കാമ്, ചെറുവാടി പള്ളി, അങ്ങനെ എത്ര പള്ളികളും മക്കാമുകളും അവിടൊക്കെ വെടിയേറ്റ് മരിച്ച തങ്ങന്മാര് ഉസ്താദുമാര് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെതിരെയുള്ള സമരം. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. പള്ളി ഉണ്ടാക്കുന്ന നിയമം കൊണ്ടുവന്നു കോൺഗ്രസ്. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, മലബാർ മദിരാശി ഗവൺമെന്റ്. ലീഗിന് 6 MLA-മാർ, ഉപ്പി സാഹിബ്, CP സാഹിബ്, പോക്കർ സാഹിബ്, ചടയൻ സാഹിബ്, വേറെ സാഹിബ്, മറ്റേ സാഹിബ്, മറ്റേ സാഹിബ് 6. അവരുടെ പിന്നിലായിരിക്ക ഈ കോൺഗ്രസ് ഗവൺമെന്റ്. ലീഗിന്റെ പിന്നിലുള്ള മദിരാശി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നോ? പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ കൊണ്ടുവന്നില്ല. പിന്നെയോ 1956 നവംബർ മാസം 1-ാം തീയതി കേരളമുണ്ടായി. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 1900 തെരഞ്ഞെടുപ്പ് നടന്നു. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സഖാവ് EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 ദിവസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 11 ചരിത്ര പ്രസിദ്ധമായ തീരുമാനം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പുറകെ കിടക്കുന്നില്ല, ഇത് വിശദീകരിക്കാൻ കുറച്ച് പറയാനുണ്ട്. വിഷയം മാറുന്നുള്ളത് കിടക്കുന്നില്ല. ഞാനും നിങ്ങളൊക്കെ നമുക്കൊന്നൊരു വീടുണ്ട്, ആ വീടിന്റെ അധികാരം
അടിയാധാരത്തിന്റെ പറഞ്ഞു പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രഹ്മസ്വം ദേവസ്വം ഓർത്തു വെച്ചോ. വക്കഫ് പറയുമെങ്കിൽ പറയുന്നത് ബ്രഹ്മസ്വം ദേവസ്വം. അവർ ഈ പട്ടഭൂമിയായി ജീവിച്ചവരാണ് നമ്മുടെ മുൻ തലമുറക്കാര്. ഗൾഫിലേക്ക് പോകാൻ പൈസ ഉണ്ടാക്കിയെങ്കിൽ സ്വന്തം പൈസ ആണെങ്കിൽ സ്വന്തം ഭൂമി വേണ്ടിയിരുന്നു. ആ ഭൂമി ഉണ്ടാക്കിയാൽ 57 ഏപ്രിൽ 11 നിയമത്തിന്റെ നിയമം എന്താണ്? കുടിയിറക്കി നിരോധന നിയമം. ഇറങ്ങണ്ട, നീ അധ്വാനിച്ച ഭൂമി നിന്റേതാണ്, ഒരുത്തരം ഇറങ്ങിക്കൊടുക്കണ്ട. അങ്ങനെ മലയാളിക്ക് മണ്ണുണ്ടായത്. അന്നാണ് വിദ്യാഭ്യാസം, സാർവത്രികം, സൗജന്യം. EMSന്റെ കാലത്ത് അന്ന് UP സ്കൂൾ പഠിക്കാൻ 3 രൂപ. 57 3 രൂപ എത്ര ഉണ്ടാവും? നിങ്ങൾ കുടിച്ചു നോക്കി. 1957 അത് EMS വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യമാക്കി. വർത്തമാനകാല വിദ്യാഭ്യാസത്തിലേക്ക് സമയം വിട്ടാണെങ്കിൽ ഞാൻ വരാം. മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ മാസം 25-ാം തീയതി EMS ജന്മനാടായ പട്ടാമ്പിക്കത്തെ പുലാമന്തോളിൽ സ്വീകരണം കഴിഞ്ഞ് EMS തിരിച്ചു പോകുമ്പോൾ കുറെ മുസ്ലിങ്ങൾ പടച്ചം കാത്തിട്ട് അന്ന് ഇന്നും പുലാമന്തോളങ്ങാടിൽ മുസ്ലിം ലീഗും പാർട്ടി ഓഫീസൊന്നുമില്ല. മുസ്ലിങ്ങൾ നിവേദനം EMS. എന്താണ് നിവേദനം? സഖാവേ, പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മദ്രാസി ഗവൺമെന്റിന് നിവേദനം കൊടുത്ത് കൂടി കഴിഞ്ഞു. നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞാൽ തന്നെ വഖഫ് ചെയ്ത ഭൂമിയും വാങ്ങുന്ന പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നടന്ന് ചെരിപ്പ് തേന മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിയിട്ടില്ല, പരിഹാരം ഉണ്ടാക്കും എന്നാ പറഞ്ഞ് 1987 ഏപ്രിൽ 25 ഒരു മാസം കഴിഞ്ഞ് മെയ് 25 ഒരു തീരുമാനം ഉണ്ടായില്ല. 5 ദിവസം കഴിഞ്ഞപ്പോ 6 ദിവസം കഴിഞ്ഞപ്പോ മെയ് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോ ഏപ്രിൽ 30 എനിക്ക് തോന്നുന്നു. അതിനൊക്കെ തർക്കം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ജൂൺ മാസം 7-ാം തീയതി EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. പിന്നെ കോപ്പികളെ കൊടുത്തിട്ടേ നാശം കൊളായി പോകും. ഇല്ലെങ്കിൽ പറയും കൊളായി തുടങ്ങി. പുലാമന്തോള് പള്ളി അടക്കം ഉണ്ടാക്കിയത്, ആ പള്ളി EMS ഉണ്ടാക്കിയെന്നല്ല ഞങ്ങൾ അവകാശവാദം. ഈ ഉത്തരവിന് ശേഷം ആദ്യം ഉണ്ടാക്കിയ പള്ളി EMS പള്ളി എന്നറിയപ്പെടുന്നു. പുലാമന്തോൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് വെറുതെ ചോദിച്ചാൽ മതി. EMS പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് ചൂണ്ടിക്കാണിച്ചത്. പുഴയിലേക്ക് ഇറങ്ങി പോകുന്ന വലതു ഭാഗത്തുള്ള പള്ളി ചെറിയൊരു പള്ളിയാണ്. 1957 ജൂൺ മാസം 7-ാം തീയതി EMS ഗവൺമെന്റ് കൊണ്ടുവന്ന ഉത്തരവിന്റെ നമ്പർ MA/16-410/57/PD. സംശയം കേട്ടൊന്ന് കാണിച്ചു കൊടുക്കണേ. കോപ്പി നമ്മളത്തൊരു അല്ലെങ്കിൽ കൊളായി ബടായി പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞു പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നാല നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റാണ്.